ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 4 മണിക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു 8 ചക്കക്കുരു ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്കക്കുരു ആണ്. ഇനി അതിൻ്റെ തൊലി നമുക്ക് അതിന് പുറമേയുള്ള വൈറ്റ് ഭാഗം കളഞ്ഞിട്ട് ഉള്ളിലുള്ള ബ്രൗൺ ഭാഗം കൂടി ഞാനൊന്ന് ചുരണ്ടി കളയുന്നുണ്ട്. അങ്ങനെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്കത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള 8 ചക്കക്കുരുവും നമുക്ക് ആ തൊലി ഒന്ന് ചുരണ്ടി കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരൊക്കെ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചക്കക്കുരുവിൻ്റെ പീസുകളെല്ലാം ഒരു പാനിലിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോൾ പൊട്ടുന്ന ഒരു പരുവം വരെ നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചക്കക്കുരു വറുക്കുക എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊട്ടിക്കുമ്പോൾ പൊട്ടുന്ന പരുവത്തിൽ വേണ്ട വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് നമ്മൾ ചോറൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന അരി വെള്ളത്തിലൊന്ന് കഴുകി വെള്ളം വാർത്ത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ അരിയുണ്ടയും അതുപോലെ അണ്ടിയുണ്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് അരി വറുത്തെടുക്കണം. ആ രീതിയിൽ വേണം നമ്മൾ അരി വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അരി ഒന്ന് കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ആ ചൂടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞ് പോണ പോലെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരി വറുത്തത് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെ പീസുകളും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരി വറുത്തതും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്താലും അതിലിങ്ങനെ അങ്ങനെ ചെറിയ പീസുകൾ പോലെ നമ്മുടെ ചക്കക്കുരു കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് നമ്മൾ ഈ കാഷ്നട്ടൊക്കെ ഇടുന്ന പോലെ അത് കിടക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരും അതുപോലെ അരി വറുത്തതും മുഴുവനായിട്ട് നമ്മൾ മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുത്തത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് നാളികേരം ചെരുകിയതും 1/2 കപ്പ് ശർക്കര പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കരയും നാളികേരവും ഒക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ ഒരു നനവുകൊണ്ട് നമ്മുടെ മാവും നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പതിയെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞ് ബോൾസ് പോലെ റെഡിയാക്കി എടുക്കാം, ഉണ്ടകൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അണ്ടിയുണ്ട എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിപ്പോൾ കാഷ്നട്ട് ഇപ്പോൾ എപ്പോഴും വീട്ടിലില്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിലും ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലും കിട്ടുന്ന ഒരു സംഭവമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു ഉണ്ട. അപ്പോൾ 4 മണിക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവ് എനിക്ക് നല്ല കറക്റ്റായിട്ട് തോന്നി. നല്ല ടേസ്റ്റി ആയിരുന്നു. പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ സംഭവം. കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചക്കക്കുരു ആണ്. അപ്പോൾ ഒത്തിരി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ചായാലും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.